Good evening, everyone, once again. And thank you so much for taking your time to attend this session because നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ ഒരു വെബിനാർ എന്നുള്ളത് ഞാൻ ഇവിടെ ഗ്യാരണ്ടി ചെയ്യാണ്. ബിക്കോസ് ഈ ഒരു 1 hour നിങ്ങൾ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ വാട്ട് യു ഹാവ് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യന് ആക്ച്വലി ഒരു ആൻസർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങളില് മിക്കവാറും ഒരുപാട് സ്റ്റുഡൻസ് ആക്ച്വലി +2 പഠിക്കുന്നവരുണ്ട്, ഐ മീൻ +2 പാസ് ഔട്ട് ആയവരുണ്ട്, അതല്ലെങ്കിൽ +2 ജസ്റ്റ് എക്സാം കഴിഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള മറ്റുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഈ ഒരു വെബിനാറിൽ ആക്ച്വലി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വെബിനാർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് വാട്ട് നെക്സ്റ്റ്, എന്റെ +2 കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഐ ഹാവ് ടു ഡു. കാരണം നമ്മൾക്കെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോബ്, ഒരു നല്ലൊരു രീതിയിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അതിപ്പോ ചില സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രോഡ് പോവണം, അവിടെ പോയി ലൈഫ് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് ഓൾറെഡി ഉണ്ടാവും. അതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കാതെ അങ്ങനെ പോകുന്നവരും ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കായാലും, രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവർക്കായാലും ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ടൈം ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി എന്തെന്നുള്ളതിന്റെ ആ ഒരു കരിയർ ഗൈഡൻസ് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നിങ്ങളിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നത്. എന്താണ് ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ആക്ച്വലി ആഗ്രഹിക്കുന്നത് അബ്രോഡ് പോകണം. ചിലപ്പോൾ കൺട്രി ഒന്നും നിങ്ങൾ ചിലപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. നാട്ടിൽ നിന്ന് പുറത്തേക്ക് അബ്രോഡ് പോകണം, എനിക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു സ്കോപ്പ് ഉള്ള ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം, അതിനുശേഷം ലൈഫ് അവിടെ സെറ്റിൽ ചെയ്യണം. അതല്ലാതെ അതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് നല്ലൊരു രീതിയിലേക്ക് എനിക്ക് എത്തേണ്ടത്, ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ആ ഒരു ഡിഗ്രി എടുത്തത് കൊണ്ട് ആവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആക്ച്വലി ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്റ്റ് ഗൈഡൻസ് വേണ്ടത്. എസ്പെഷ്യലി യുവർ പാരന്റ്സ് ആസ് വെൽ. പാരന്റ്സിനും കൂടെ അവരും കൺഫ്യൂസ്ഡ് ആണ്, പല സിറ്റുവേഷൻസിലും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്തായിരിക്കും വാട്ട് നെക്സ്റ്റ്, എന്ത് കാര്യത്തിലേക്കാണ് ഇനി എന്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ നെക്സ്റ്റ് ഇനി എന്തിലേക്കാണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്താണ് അവരുടെ ഭാവി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ +2 കഴിയുന്ന ഒരു സമയം. സോ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആക്ച്വലി ഈ ഒരു ആഗ്രഹമാണ്, നിങ്ങളുടെ ആ ഒരു ഡിസയർ ആണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹം എന്തായാലും ഉണ്ട്, പുറത്തു പോകണം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഞാൻ ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഫോൺ മേടിക്കണമെങ്കിൽ പോലും എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് ആ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുള്ളൂ, അല്ലെ? അതേപോലെ തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു കാര്യത്തിലേക്കും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതൊരു ഫോൺ എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മുടെ വന്നു ചേരുന്ന കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ലൈഫിൽ ആഗ്രഹിച്ചാൽ മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെയാണ് നമ്മുടെ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ധാരണയെങ്കിലും വേണം, ഇന്നതാണ് എനിക്ക് എടുക്കേണ്ടത്, എന്നാലേ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തും. അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാനുള്ള സമയമായി. സോ യുവർ ഡെസിഷൻസ് ടുഡേ വിൽ മേക്ക് യുവർ ടുമോറോ. സോ ഡിസൈഡ് നൗ. അപ്പോ ഇപ്പൊ ഡിസൈഡ് ചെയ്യണം. യു ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. കാരണം ഇതിലെല്ലാം ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റൂൾസ് എല്ലാം ചിലപ്പോ കുറെ കാലം കഴിഞ്ഞാൽ മാറിയേക്കാം. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യാം എന്നൊന്നും പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. സോ നിങ്ങളുടെ ഇന്നത്തെ തീരുമാനമാണ് നിങ്ങളുടെ നാളത്തെ ആക്ച്വലി തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഡിസൈഡ് നൗ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ബിഫോർ ഗോയിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ആക്ച്വലി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ അബ്രോഡ് പോകണം എന്ന് നിങ്ങൾക്കൊരു
സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ആക്ച്വലി നമ്മളുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ആക്ച്വലി 144 crores ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുള്ളത്. ഓക്കെ, അതില് 35.97 മില്യൺ ആളുകളാണ് കേരളത്തിലുള്ളത്. ഇന്നത്തെ ഈ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ആക്ച്വലി 2024 ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഓൾ ഓവർ ഇന്ത്യയില് ആക്ച്വലി 7.64% അൺഎംപ്ലോയ്മെന്റ് ആണ് ഉള്ളത്. ഇതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് ആണ് 7.64. പക്ഷേ ഈ ഒരു 20 to 24 years ഓൾഡ് ഉള്ള അല്ലെങ്കിൽ 20 മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് നിങ്ങളുടെ പ്രായം, ഈ പ്രായത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ആക്ച്വലി വീണ്ടും ഇൻക്രീസ് ചെയ്ത് 44.49% ആയിരിക്കാം. അതായത് ഏകദേശം ആ ഒരു ഏജിലുള്ളവരിൽ പകുതി പേരും അൺഎംപ്ലോയിഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ 25 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ 14.33% ആണ് അവരുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി സ്കേറി, റൈറ്റ്? കാരണം നമ്മൾ +2 കഴിഞ്ഞു, നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞു, ഇതൊന്നും കഴിഞ്ഞിട്ടും നമുക്ക് ജോലി കിട്ടുന്ന പകുതി പേർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞു, +2 നിങ്ങളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു സ്ട്രെങ്ത് ഏകദേശം ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കും. അതിൽ 25 പേരും ജോലി ഇല്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സ്കേറി, റൈറ്റ്? അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇനി നമുക്ക് ജോലി എന്ന് പറയുന്നത് അത്രയും പ്രധാനമാണ്. ടു മീറ്റ് അവർ ലിവിങ് എക്സ്പെൻസ്, ടു സപ്പോർട്ട് അവർ പാരന്റ്സ്, അല്ലെ, പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നീഡ്സിനെ മീറ്റ് ചെയ്യണമെങ്കിലും എല്ലാം എന്ത് വേണം? നമുക്ക് ജോബ് വേണം, അല്ലെ? ജോബ് വേണം, ഇനഫ് വി ഷുഡ് ഹാവ് ഇനഫ് ക്യാഷ്, റൈറ്റ്? അപ്പോ ആ ഒരു രീതിയിലായാലും ഏർണിങ്സ് നമുക്ക് ഉണ്ടാവണം, നമുക്ക് സേവിങ്സ് ഉണ്ടായിരിക്കണം, ഇതെല്ലാം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കറന്റ്ലി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു നമ്മളുടെ ഈ ഒരു കൺട്രി, ആക്ച്വലി വി ആർ പ്രൗഡ് ഓഫ് ഇന്ത്യ, ബട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. അത് നമ്മൾ ആ ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ, അതൊരു ഫാക്ട് ആണ് ആക്ച്വലി. സോ നമുക്ക് എന്തായാലും ഒന്ന് മാറി ചിന്തിക്കണം. എന്തായാലും ഞാൻ അബ്രോഡ് പോവാൻ തീരുമാനിച്ചു. ഈ പല കാരണങ്ങളെ കൊണ്ട് ഞാൻ അബ്രോഡ് പോവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഏത് കൺട്രി ഞാൻ ചൂസ് ചെയ്യണം, ഏത് ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് കോഴ്സ് ഞാൻ സെലക്ട് ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു വെബിനാറിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ ആണിത്. എന്തുകൊണ്ട് ജർമ്മനി? വി വിൽ ഡിസ്കസ് അബൌട്ട് വൈ ജർമ്മനി, എന്തുകൊണ്ട് ഞാൻ ജർമ്മനി ഓപ്റ്റ് ചെയ്യണം, എന്താണ് ജർമ്മനിയിലേക്ക് പോവാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, എത്ര മാർക്കാണ് മിനിമം എനിക്ക് വേണ്ടത്, എന്താണ് സർട്ടിഫിക്കേഷൻ, ഏത് സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ എടുക്കേണ്ടത്, എനിക്ക് ജർമ്മനിയിലേക്ക് പോവാനുള്ള കോസ്റ്റ് എന്താണ്. നമുക്കറിയാം 3 കാര്യങ്ങളാണ് ആക്ച്വലി അബ്രോഡ് പോകുമ്പോൾ ഒരു പാരന്റിനായാലും ഒരു സ്റ്റുഡന്റിനായാലും കൺസേൺ ഉണ്ടാവുക. ഒന്ന്, എനിക്ക് എത്ര ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് വരുന്ന കോസ്റ്റ് എന്തായിരിക്കും പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ. സെക്കൻഡ് എന്ന് പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ലിവിങ് എക്സ്പെൻസ് ഞാൻ എങ്ങനെ മീറ്റ് ചെയ്യും, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കേണ്ടി വരും, എനിക്കൊരു പാർട്ട് ടൈം ജോബിന് പോവേണ്ടി വരും, എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഇതെല്ലാം നമ്മുടെ കൺസേൺസ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതും ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുന്നതും നമ്മുടെ ടൈമും നമ്മുടെ ഫണ്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോബിന് വേണ്ടിയിട്ടാണ്, കറക്റ്റ് അല്ലേ? അപ്പൊ ആ ഒരു ജോബ് എന്ന് പറയുന്നത് അഷ്വേർഡ് ആണോ? ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര സാലറി എനിക്ക് കിട്ടുമോ? എനിക്ക് നല്ലൊരു ലൈഫ് എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി ഒരു പാരന്റ് ആയാലും ശരി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയാലും ശരി ചിന്തിക്കുന്നത്. ഈ 3 കാര്യങ്ങളായിരിക്കും. ഈ 3 കാര്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ കഴിയുമ്പോഴേക്കും കിട്ടും എന്നുള്ളത് ഞാനിവിടെ അഷ്വർ ചെയ്യാണ്. സോ എൻഡ് വരെ എല്ലാവരും ഉണ്ടാവണം, നിങ്ങളുടെ ഇന്ററാക്ഷൻ ഉണ്ടാവണം. ബിക്കോസ് ഇതൊരു വെബിനാർ ആണ്, സെമിനാർ ആണെങ്കിൽ
I always ഞാൻ എല്ലാവരോടും പറയാറുണ്ട് വെബിനാർ ആവുമ്പോൾ it's not easy to communicate just like a seminar because I can see your face, right? ആ ഒരു മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെയുള്ള ചെറിയൊരു ലിമിറ്റേഷൻ എപ്പോഴും വെബിനാറിൽ ഉണ്ടാവും. ബട്ട് of course I know that നിങ്ങൾ എല്ലാവരും യങ് പീപ്പിൾ ആണ്, നിങ്ങളെല്ലാം +2 കഴിഞ്ഞവരാണ്, നിങ്ങൾക്കെല്ലാം ആ ഒരു എനർജി ഉണ്ടാവും. സോ if I ask you questions, just reply me. ഓക്കെ, പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ പറയാം. അതേപോലെ തന്നെ ക്വയറീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കുക. ഐ എം സോ ഹാപ്പി, ഐ ബി സോ ഹാപ്പി ടു എക്സ്പ്ലെയിൻ ഓർ ആൻസർ യു ഓൾ. ഓക്കെ ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയിൽ ആക്ച്വലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഒരു വേഗമായിട്ട് പറഞ്ഞു പോവല്ല. ഏകദേശം 2023 തന്നെ 7 lakh ഏകദേശം 7,74,000 വേക്കൻസീസ് ആണ് ആക്ച്വലി പല ഏരിയാസിലായിട്ട് ജർമ്മനിയിൽ ഉള്ളത്. നമുക്കറിയാം ഒരു റിച്ച് കൺട്രി ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ അത്രയും വേക്കൻസീസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി, റൈറ്റ്? അപ്പോ വെറുതെ ഒരു വേഗമായിട്ട് പറഞ്ഞു പോകുന്നതല്ല. ഏകദേശം ഇനി ഒരു 2025 ആവുമ്പോഴേക്കും ഏകദേശം 10 lakh അത്രയും വേക്കൻസീസ് വരും എന്നാണ് ആക്ച്വലി കണക്കുകൾ പറയുന്നത്. സോ അത്രയും വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോബ് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നുള്ള ക്വസ്റ്റ്യന് ആക്ച്വലി അവിടെ പ്രാധാന്യമില്ല. ഇനി എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ജർമ്മനി? നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ജർമ്മനിയിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്തുകൊണ്ട് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ആണ് ആക്ച്വലി യൂറോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും ആക്ച്വലി ഇത്രയും സാലറി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു നമുക്കറിയാം അത്രയും ഡെവലപ്ഡ് ആയിട്ട് കൺട്രി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്രയും സാലറി ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല. സോ ഓഫ് കോഴ്സ് ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഒരു വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രീസ് ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ടെക്നോളജി, വേൾഡ് ക്ലാസ് ടെക്നോളജി, അതൊക്കെ നമുക്ക് അറിയാം. ജർമ്മനിയുടെ പ്രോഡക്റ്റ് ആന്ന് പറയുമ്പോൾ ഈവൻ നമ്മൾ വരെ ജർമ്മനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആ ഒരു വേൾഡ് ക്ലാസ് ടെക്നോളജി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഏതൊരു രാജ്യക്കാർക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം, നമ്മൾ എപ്പോഴും സെക്യൂരിറ്റി നമുക്ക് എപ്പോഴും പ്രധാനമാണ് അല്ലെ. നമ്മളൊരു സ്ഥലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി എന്തായാലും ഉണ്ടായേ പറ്റും. നമ്മുടെ പ്രോപ്പർട്ടിക്കായാലും നമ്മുടെ ലൈഫിനായാലും എല്ലാത്തിനും ഒരു സെക്യൂരിറ്റി വേണം. സോ ആ ഒരു ഡിഫൻസ് സിസ്റ്റം ആക്ച്വലി അവര് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു +2 കഴിഞ്ഞ സ്റ്റുഡന്റ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ സാലറി തന്നെയാണ്. 8 to 10 times ആണ് ആക്ച്വലി അവര് സാലറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും 8 to 10 times. ഓക്കെ, ആൻഡ് 500,000 വേക്കൻസീസ് ആണ് സ്കിൽഡ് ഫോറിൻ വർക്കേഴ്സിന് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അത് 2025 ആവുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് 10 lakhs ആക്ച്വലി 1 million അറൌണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊണ്ടുപോവാം, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ ഭാവിയിൽ. ഓക്കെ, ഇപ്പൊ കറന്റ്ലി അങ്ങനെയാണെന്നല്ല, ബട്ട് നമ്മളെല്ലാം ചിന്തിക്കണം അല്ലെ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കുട്ടികൾ അവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു യൂറോപ്യൻ സ്കൂൾസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതെല്ലാം അതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആക്ച്വലി സ്പോൺസർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിങ് അല്ല. ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. ഓക്കെ, ഇമിഗ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അത്ര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല ആക്ച്വലി ജർമ്മനിയിൽ. അതേപോലെ തന്നെ അവിടെ നൽകുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് വി കനോട്ട് കമ്പയർ ഇറ്റ്. ഓക്കെ, അവിടെ പോയിട്ടുള്ള നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ യു ക്യാൻ ആസ്ക് ദം ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ലൈക്ക് ഓ ഇറ്റ്സ് ഓസം. അങ്ങനെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവും. അത്രയും എന്താ പറയാ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണ് ആക്ച്വലി ജർമ്മനി നൽകുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ്, ഇത് വിരലിൽ എണ്ണാവുന്ന നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാത്രം പിക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഇതല്ലാതെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ,
ഇനി എന്തുകൊണ്ട് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്യണം? എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ്, അത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് സെക്ടറിലായാലും പെർമനന്റ് ജോബ് ഓഫേഴ്സ്, ഇപ്പൊ ഈ നഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ജോബ് ഓഫേഴ്സ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്പൗസ് വീസ, ഓക്കെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ കരിയർ ഗ്രോത്ത്, അത് നമുക്ക് പ്രധാനമാണ് അല്ലെ. ഞാൻ ജോയിൻ ചെയ്യുന്ന, ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, എനിക്കിപ്പോ കിട്ടുന്ന സാലറി ഒരു 10 വർഷം കഴിഞ്ഞിട്ടും അതേ സാലറി, അല്ലെങ്കിൽ ഒരു 5,000 റുപ്പീസ് ഒക്കെയാണ് ആകെ കൂടെ നമുക്ക് ചിലപ്പോ ഒരു ഇൻക്രിമെന്റ് എന്നൊക്കെ പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സാലറി സ്കെയിലിൽ ഒരുപാട് ചേഞ്ച് ഒന്നും ചിലപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എന്റെ കരിയറിൽ ഒരു ഗ്രോത്തും ഇല്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കറക്റ്റ് അല്ലേ? അപ്പോ ആ ഒരു കരിയർ ഗ്രോത്ത് നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ലേ, പക്ഷെ വൺസ് യു ആർ ഇൻ ടു ഇറ്റ്, ആക്ച്വലി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ജോബിലേക്കും ആ ഒരു കരിയറിലേക്കും ഒക്കെ നിങ്ങൾ എത്തുന്ന സമയത്താണ്, ഓ, എന്റെ സാലറി ഇത്രയും കൂടിയിട്ടില്ലല്ലോ, ഇറ്റ്സ് ബീൻ 1 ഇയർ സിൻസ് ഐ ഹാവ് ജോയിൻ ഹിയർ, എന്നിട്ടും എനിക്ക് എന്റെ സാലറിയിൽ ഒരു ഗ്രോത്ത് ആയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് ആയിട്ടും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ, സേവിങ്സ് ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ജോലിക്ക് ചേർന്നതിന് ശേഷം ചിന്തിച്ചു തുടങ്ങും. അപ്പോ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് പോലെയല്ല അവിടെ എന്ന് പറഞ്ഞു, ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരിയർ ഗ്രോത്ത് നമ്മൾ ചിന്തിക്കാതെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ആക്ച്വലി അവിടുത്തെ പ്രത്യേകത. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരിയർ ഗ്രോത്തും അതേപോലെ തന്നെ വളരെ നല്ലൊരു സാലറി ആണ് അവര് നൽകുന്നതും. ഹൈലി പെയ്ഡ് ആണ് ആക്ച്വലി അവിടുത്തെ സ്കിൽഡ് വർക്കേഴ്സിന്. ഓക്കെ, അതുപോലെ വർക്കിംഗ് എൻവയോൺമെന്റ്, ദാറ്റ് യു ഹാവ് ടു എന്താ പറയാ, എക്സ്പീരിയൻസ് ഇറ്റ് ബൈ യോർ സെൽഫ്. നിങ്ങൾ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നവരായാലും അവരുടെ എക്സ്പീരിയൻസിൽ പറയുന്നതായാലും ഗ്രേറ്റ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്നാണ് ഈച്ച് ആൻഡ് എവ്രി വൺ അവിടെ വർക്ക് ചെയ്യുന്നവർ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ഇനി നിങ്ങൾക്ക് എല്ലാം താല്പര്യമുള്ള ഒരു കാര്യം പറയാം. മിക്കവാറും ഈ ഒരു +2 പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഈവൻ മാസ്റ്റേഴ്സ് എടുക്കുന്നവരായാലും അങ്ങനെ ഏജ് ഒന്നുമില്ല. ഈവൻ ഒരുപാട് ഏജ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. ഏകദേശം ഒരു 95% ആൾക്കാരും, അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും നമുക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നതിൽ ആക്ച്വലി ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 26-27 കൺട്രീസ് ആണ് അതിൽ വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ജർമ്മനിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഷെങ്കൻ കൺട്രീസിലെല്ലാം ട്രാവൽ ചെയ്യാനായിട്ട് വിസ ഇല്ലാതെ തന്നെ, എക്സ്ട്രാ നിങ്ങൾക്ക് വേറെ ഒരു എഫേർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു 27 ഷെങ്കൻ കൺട്രീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി വിസ പ്രൊസീജിയർ. ഒരു എമിഗ്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ യു ക്യാൻ ട്രാവൽ എന്നുള്ളത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏതൊക്കെയാണ് കൺട്രീസ്? ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, മിക്കവാറും പേർക്ക് ആക്ച്വലി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഒരു ഡ്രീം തന്നെയായിരിക്കും. ഓക്കെ, ആ ഒരു ഡ്രീം കൺട്രിയിലേക്ക് ഇന്ത്യയിൽ നിന്നും നമുക്ക് ആക്ച്വലി ഒരു വിസ എടുത്ത് പോവാന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ആണ്. നമ്മളിപ്പോ ഈവൻ ഒരു വിസിറ്റർ ആയിട്ട് പോവാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ട്രിപ്പ് പോലെ പോവാന്ന് വിചാരിച്ചാൽ പോലും വിസ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് ആണ്. പക്ഷേ വൺസ് യു ആർ ഇൻ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിസയുടെ പ്രോസസ്സേ ഇല്ല, യു ക്യാൻ ട്രാവൽ ആക്ച്വലി. അതേപോലെ തന്നെ ജർമ്മനി ആക്ച്വലി നിങ്ങൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യാൻ പോവാണ്. ദെൻ ഡെൻമാർക്ക്, എസ്റ്റോണിയ, ദെൻ സ്പെയിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇറ്റലി, അയർലൻഡ്. ഇനി ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഫുള്ള് എല്ലാ ലിസ്റ്റും പറയുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ ഷെങ്കൻ കൺട്രീസ് ഏതാന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു എന്താ പറയാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ കേട്ടോ, ഏതൊക്കെയാണ് ഷെങ്കൻ കൺട്രീസ് എന്നുള്ളത്. അപ്പൊ ആ കൺട്രീസിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ. അപ്പൊ ഞാൻ റെസ്ട്രിക്ഷൻ ഇല്ലാതെ എന്ന് പറയുന്നതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, ഈ ഒരു രാജ്യത്തില് നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട?
വിസ വേണ്ട. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അത്രയും ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷെങ്കൻ കൺട്രീസിൽ നിന്നിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ദെൻ പെർമനന്റ് റെസിഡൻസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഇൻ ജർമ്മനി, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രൈവറ്റ് ആയാലും ശരി പബ്ലിക് ആയാലും ശരി നിങ്ങൾക്ക് പെൻഷൻ ഫണ്ട് ഉണ്ടാവും. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ജർമ്മനിയിൽ ആക്ച്വലി പെൻഷൻ ഫണ്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കൺട്രിയിലേക്ക് ഇനി നമുക്കൊരു നെക്സ്റ്റ് ഓപ്ഷൻ ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ, കാരണം ഇത്രയും ബെനിഫിറ്റ്സ് ഒന്നും ഒരു കൺട്രിയും നൽകുന്നില്ല. അപ്പൊ അഫ്കോഴ്സ് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കൺട്രി നമ്മൾ ജർമ്മനിയും തീരുമാനിച്ചു കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരെല്ലാവരും ഇനി വേറൊരു കൺട്രീനെ പറ്റിയിട്ട് എന്തായാലും ചിന്തിക്കില്ല, കാരണം ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ വിട്ടിട്ട് ഞാൻ വേറൊരു കൺട്രിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ജർമ്മനി നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇനി എന്താണ് കോഴ്സ് എടുക്കേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കൊരു പാരന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ 3 കൺസേൺസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ ആക്ച്വലി ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതൊരു വൊക്കേഷണൽ കോഴ്സ് ആണ്. ആക്ച്വലി 3 years ഡിപ്ലോമ കോഴ്സ് ആണ്. പക്ഷെ ഒരു ഡിഗ്രി അല്ലല്ലോ, ഇതൊരു ഡിപ്ലോമയാണല്ലോ അങ്ങനെയുള്ള ഒരു ചിന്തയെ വേണ്ട. കാരണം ഈക്വലി പെയ്ഡ് ആണ് ആക്ച്വലി ഡിഗ്രി ആയാലും ഡിപ്ലോമ ആയാലും കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആണ് ആക്ച്വലി. വെരി ഫസ്റ്റ് തിങ് ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ റിയ മാം ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക മിക്കവാറും പുറത്തു പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 lakhs to 25 lakhs ഏകദേശം എക്സ്പെൻസ് വരുന്നതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു കോഴ്സിന് ആകെ കൂടെ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 lakhsന് താഴെയാണ്, 4 ലക്ഷത്തിന് താഴെയാണ് കേട്ടോ. ഓക്കെ, അത് വേരി ചെയ്യും, ഒരിക്കലും കൂടില്ല, അതിനേക്കാൾ കുറയേ ഉള്ളൂ. നമ്മൾ എപ്പോ പറയായാലും അതിനേക്കാളും കുറയേ ഉള്ളൂ. 4 lakhsന് താഴെ 3.75 ആണ് ഏറ്റവും ഹയസ്റ്റ് പറയുന്നത്. അതിനേക്കാൾ താഴെ വരുള്ളൂ, അതിനേക്കാൾ മുകളിൽ പോവില്ല. അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആകെ അത്രേ വരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദ വെരി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ എടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർ പാർട്ട് ടൈം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട്, ആ പാർട്ട് ടൈം ജോബ് കിട്ടുന്നവരെ അവർക്ക് പുറമേ നിന്നും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യണം, സപ്പോർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കുന്ന ഒരു സ്റ്റുഡന്റിന് ആക്ച്വലി അങ്ങനെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. കാരണം അവർ ജോയിൻ ചെയ്ത ഫസ്റ്റ് മന്ത് മുതൽ മന്ത്ലി ആ 3 years കഴിയുന്നവരെയും എല്ലാ മാസവും സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 70,000 to 1 lakh. ഓക്കെ, 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അപ്പൊ നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. നിങ്ങളൊരു വർക്കിംഗ് എംപ്ലോയിയുടെ പോലെ തന്നെ നിങ്ങളുടെ സ്വന്തം എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ്. തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജോബാണ്. ജോബ് എന്ന് പറയുന്നതിൽ ആക്ച്വലി 100% അഷ്വേർഡ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാവുന്നത്, എന്തുകൊണ്ടാണ് ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ടും 100% എനിക്ക് കോഴ്സ് അതായത് അല്ലെങ്കിൽ ജോലി കിട്ടും എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉറപ്പ് പറയണേന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കല്ല അല്ലെങ്കിൽ ഒരു കോളേജിലേക്കല്ല, പിന്നെ എങ്ങോട്ടാണ്, ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൗസ് ബിൽഡിംഗിൽ തന്നെ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കാം. നഴ്സിംഗ് എന്ന് പറയുന്ന ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കുന്ന ഒരു സ്റ്റുഡന്റ് നേരെ പോകുന്നത് ഒരു നഴ്സിംഗ് കോളേജിലേക്കല്ല, ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വേറെ ഇപ്പോ എന്താ പറയാ ഒരു മെക്കട്രോണിക്സ് എടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു 3 വർഷം ഞാനൊരു ഡിഗ്രി കോഴ്സ് ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാള് ഫ്രഷർ ആണ്. ഓക്കെ, അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അതിലൊരു മാറ്റവും ഇല്ല, നിങ്ങള് ഫ്രഷർ ആണ്. നിങ്ങൾ ജോബ് അന്വേഷിക്കുമ്പോൾ 2 വിഭാഗമായിട്ടാണ് ആക്ച്വലി നിങ്ങൾ കാണുന്നുണ്ടാവുക വേക്കൻസീസ്, ഫോർ ഫ്രഷേഴ്സ് ആൻഡ് ഫോർ എക്സ്പീരിയൻസ്ഡ് വൺ.
ഓക്കെ, അപ്പോ ഈ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താ പറയാ പിന്നിലേക്ക് തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ചാൻസസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 44 ഏകദേശം 45% അൺഎംപ്ലോയ്മെന്റ് ആക്ച്വലി ഇന്ത്യയിൽ 20 to 24 ഏജ് ഗ്രൂപ്പിൽ വരാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം ഫ്രഷേഴ്സിന് ആർക്കും വേണ്ട, എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മതി. പക്ഷേ ഈ ഒരു കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ചെന്നപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 3 ഇയേഴ്സിന്റെ വർക്ക് എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് ആക്ച്വലി അത്രയും ഡിമാൻഡ് വരാനുള്ള കാരണം. ഓക്കെ, അപ്പോ ആ ഒരു സംശയം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഡിപ്ലോമ എടുത്ത ആൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ള നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്തൊക്കെ കോഴ്സസ് ആണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നമുക്ക് ഞാനിപ്പോ കുറച്ച് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഇൻ ജർമ്മനി എന്ന് പറയുന്നത് ആക്ച്വലി ഏകദേശം ഒരു 330ഓളം കോഴ്സസ് ഹൗസ് ബിൽഡിംഗിന്റെ കീഴിൽ വരുന്നുണ്ട്. ജർമ്മൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സാങ്ഷനോട് കൂടിയിട്ടാണ് ഈ കോഴ്സസ് നടത്തുന്നത്. അല്ലാതെ ഒരു പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും എന്താ പറയാ ട്രസ്റ്റ് വർത്തി അല്ലാത്തൊരു സോഴ്സ് എന്നല്ല ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ജർമ്മൻ ഗവൺമെന്റിന്റെ അറിവോട് കൂടെ നടത്തുന്ന കോഴ്സസ് ആണ് ഇതെല്ലാം. ഇതിലിപ്പോ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നഴ്സിംഗ് വരുന്നുണ്ട്, മെക്കട്രോണിക്സ് വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്, ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്, ക്രാഫ്റ്റ്മാൻഷിപ്പ് വരുന്നുണ്ട്, റീറ്റെയിൽ സെയിൽസ് പേഴ്സൺ വരുന്നുണ്ട്, IT സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരുപാട് കോഴ്സസിന് താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് കോഴ്സ് ആഗ്രഹിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ റിക്വയർമെന്റ് വേണം. കാരണം നിങ്ങളെ കൊണ്ടുപോകുന്നത് എംപ്ലോയേഴ്സ് ആണ്, ഒരു എംപ്ലോയറിന്റെ കീഴിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയറിന് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാവണം. ആ വേക്കൻസി ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടും. 100% ഷുവർ ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ശരി, എനിക്കിപ്പോ ഇതൊക്കെ മനസ്സിലായി. ഞാൻ എങ്ങോട്ടാ പോവണ്ടേന്ന് മനസ്സിലായി, എന്ത് കോഴ്സാണ് എടുക്കണ്ടേന്ന് മനസ്സിലായി, അങ്ങനത്തെ എന്തൊക്കെ ആണ് ഞാൻ ഇനി ചെയ്യാൻ പോവേണ്ടത് അതെല്ലാം മനസ്സിലായി. ഇനി ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എനിക്കിത് അവിടേക്ക് എത്തിപ്പെടണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, +2 കഴിഞ്ഞിട്ടുണ്ടാവണം. 60% മാർക്ക്, 55 to 60% ആണ് നമ്മൾ മാർക്ക് പറയുന്നത്, അതുണ്ടായിരിക്കണം. സെക്കൻഡ് തിങ്, നിങ്ങൾ 28 വയസ്സിലും താഴെ ആയിരിക്കണം. അഫ്കോഴ്സ് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 28 വയസ്സിന് താഴെ തന്നെയായിരിക്കും. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ ലാംഗ്വേജിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ജെറീന എന്ന് പറയുന്ന നമ്മുടെ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈസി ആണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനു മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആക്ച്വലി പഠിക്കണം. അത് ഏതൊക്കെ ലെവൽസാ പഠിക്കേണ്ടത്? ശരിക്കും ജർമ്മൻ ലാംഗ്വേജിൽ 6 ലെവൽസ് ആണ് ഉള്ളത്. അതില് A1, A2, B1, B2, C1, C2. C1, C2 നമുക്ക് വേണ്ട. കാരണം അത് ഹയർ പ്രൊഫഷണൽസ് ലൈക്ക് ഇപ്പോ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ആക്ച്വലി C1, C2ന്റെ ആവശ്യമുള്ളൂ. ആസ് പെർ ദെയർ റിക്വയർമെന്റ്, എംപ്ലോയേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ആ ലെവൽസ് ആവശ്യമുള്ളൂ. ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം B2 ലെവലാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ഈ ലെവൽസ്? ലെവൽസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചു വന്നത് LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടിൽ 10th സ്റ്റാൻഡേർഡ്, +1, +2 അല്ലെ? ആ ഒരു +1, +2 എത്തുമ്പോഴേക്കായിരിക്കും നമ്മൾ എന്തായിട്ടുണ്ടാവുക,
ഏകദേശം നല്ലൊരു പ്രൊഫഷ്യന്റ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. ഏതൊരു എന്താ പറയാ ഏതൊരു സബ്ജക്ട് എടുത്താലും നമ്മളൊരു പ്രൊഫഷ്യന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ ലെവലിലേക്ക് എത്തണം. അതേപോലെ തന്നെയാണ് ഏത് വരുന്നത്, ജർമ്മൻ ലാംഗ്വേജും വരുന്നത്. A1 എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്സ് ആണ്. A2, B1, B2 ആവുമ്പോഴേക്കും നിങ്ങൾ നന്നായി സംസാരിക്കും. ഓക്കെ, അത് തന്നെയാണ് ജർമ്മനിയിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനും. നന്നായിട്ട് സംസാരിക്കണം. ഓക്കെ, അപ്പോ ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിൻസ്പയർ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നേ? ആക്ച്വലി ഈ ലെവൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് A1 മുതലേ തന്നെ നിങ്ങളെ സ്പീക്കിങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടും ഈ ഒരു ലെവൽസ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ വരും. ഓക്കെ, ഇപ്പോ ഹൗസ് ബിൽഡിങ്ങിന് ഞാൻ കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത ആ കോഴ്സിൽ നമുക്ക് ഇന്റർവ്യൂ വരും. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കണം നമുക്ക്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഭാഷ നമുക്ക് അറിയണം എന്ന് പറയുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് വേണ്ടത്. എനിക്ക് സംസാരിക്കാൻ പറ്റണം, എനിക്ക് കേട്ടാൻ മനസ്സിലാവണം, എനിക്ക് എഴുതാൻ പറ്റണം, എനിക്ക് വായിക്കാൻ പറ്റണം. റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. ഈ 4 ഏരിയയിലും പ്രൊഫഷ്യന്റ് ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഞാനൊരു ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്ന് പറയാൻ പറ്റുള്ളൂ. സംസാരിച്ചത് കൊണ്ട് മാത്രം ആ ഭാഷ എനിക്ക് നന്നായി വഴങ്ങുമെന്ന് പറയാൻ പറ്റില്ല. കേട്ടാലും എനിക്ക് മനസ്സിലാവണം അല്ലെ. അപ്പൊ ഈ 4 കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോ ഈ ജർമ്മൻ ഭാഷയായാലും അത് ഈ 4 മോഡ്യൂൾസും അല്ലെങ്കിൽ ഈ 4 ഏരിയാസും നമ്മൾ നന്നായി കൈകാര്യം ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയുള്ളൂ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 4 ലെവൽസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജർമ്മൻ B2 ലെവൽ ആണ്. A1, A2, B1, B2 ഈ 4 ലെവൽസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം ഏതിന്റെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്? 3 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് ഉള്ളത്. ഗോയിത്തെ എന്ന് പറയും, OSD എന്ന് പറയും, ടെൽക്ക് എന്ന് പറയും. ഈ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, അല്ലെങ്കിൽ അയ്യോ ഇത് വലിയ വലിയ പേരുകളാണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ സർട്ടിഫിക്കേഷൻ ഈ IELTS, TOEFL എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള പേരുകളേ ഉള്ളൂ ആക്ച്വലി. അങ്ങനെ 3 ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 3 സർട്ടിഫിക്കേഷൻസ് ആണ് ഗോയിത്തെ, OSD, ടെൽക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ ഗൈഡൻസ് എല്ലാം നമ്മൾ തരും. അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ വെറീഡ് ആവണ്ട. ആൻഡ് ഇതിന്റെ ടെസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ A1 എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിലോ A2 എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിലോ B1 B2 ഏത് അറ്റൻഡ് ചെയ്യണമെങ്കിലും മന്ത്ലി വൺസ് ആണ് അവര് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഡേറ്റ് എടുത്തിട്ട് ടെസ്റ്റ് പോയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ് അതിൽ വരുന്ന മെയിൻ കാര്യം. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? നമുക്ക് ഗോയിത്തയുടെ സെന്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 2 സ്ഥലത്താണുള്ളത്, എറണാകുളത്തും ട്രിവാൻഡ്രത്തും. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. അതല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, പിന്നെ അതിന്റെ എക്സാം ഫീ എന്ന് പറയുന്നത് ആക്ച്വലി 9,000 to 21,000 ആണ് ഓരോ ലെവൽസിലും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആക്ച്വലി എല്ലാ ലെവൽസും അറ്റൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഏതാണോ ഹയർ ലെവൽ ചെയ്യുന്നത് അതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് പ്രോസസ്സിങ്ങിന് ആവശ്യം വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ B2 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ B2ന്റെ എക്സാം മാത്രമേ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ആ ഒരു എക്സാമിന്റെ ഫീ മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ലെവൽസ് അറ്റൻഡ് ചെയ്താൽ നല്ലതാണ്. അതിന്റെ ഫർദർ കാര്യങ്ങളും നിങ്ങളുടെ ബാക്കി സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജിന്റെ ലെവൽസും മോഡ്യൂൾസും ഒക്കെ ഞാൻ പറഞ്ഞു. അതിൽ നമുക്ക് A1, A2, B1, B2, C1, C2 ആണ്. നമുക്ക് താഴെ കാണുന്ന 4 ലെവൽസ് മാത്രമേ ആവശ്യമുള്ളൂ. ബിഗിനർ ലെവൽ, എലിമെന്ററി ലെവൽ, പ്രീ ഇന്റർമീഡിയറ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ, ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. C1, C2 നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആ ഭാഗം വിട്ടേക്ക് കേട്ടോ. നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു ഏരിയ ആണത്. ഇനി എന്തൊക്കെ മോഡ്യൂൾസ് ആണുള്ളത്? ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് 4 കാറ്റഗറീസിൽ നമ്മൾ പ്രൊഫഷ്യന്റ് ആവണം. ഏതൊക്കെയാണ്? ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പൊ ഈ 4 മോഡ്യൂൾസ് തന്നെയായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? എക്സാമും ഉണ്ടാവുള്ളൂ. ഓക്കെ, IELTS പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 60% മാർക്കാണ് ഓരോ മോഡ്യൂളിലും. കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതല്ല അതിന്റെയും കൂടുതലായിട്ട് നമുക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻസ് നമുക്കുണ്ട് കേട്ടോ.
അപ്പൊ അത് എന്താ പറയാ, ഈ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ജർമ്മൻ ഭാഷ ഇത്രയും ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. കാരണം ജർമ്മനിയിലുള്ള ആളുകൾ, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭാഷ മാത്രമേ അവർ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് പോലും അവർ അത്രയും എന്റർടൈൻ ചെയ്യില്ല. അപ്പൊ നമ്മള് ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ, ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ആ ഒരു പ്രൊഫഷണൽ ജേർണിയിൽ ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വൈറ്റൽ സ്കിൽ ഫോർ യുവർ personal journey. Okay, so we have to learn this language.